ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത ഒരു ഫേസിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതെല്ലാം രീതിയിലുള്ള പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെന്റ് ആണ്, അതായത് മേജർ റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അതിൽ എന്ത് ചെയ്യും, അവസാന ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ചില മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിലേക്കൊക്കെയാണ് ആദ്യം. സോ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിനോടൊപ്പം വരേണ്ട സാധനങ്ങൾ നമ്മൾ ചില ക്ലാസ്സുകളായിട്ടും എക്സാമുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് കൂട്ടുകാർക്ക് തരുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്റ്റൻഷൻ സർവീസസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഒരുപാട് ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമ്മൾ എന്താണ് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മേജർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കവർ ചെയ്ത് പോകാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വി വിൽ കം ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ പ്ലേസ്. ഓക്കെ ആണല്ലോ? നോക്കൂ, നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മളുടെ സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമ്മളുടെ സിലബസിൽ കൃത്യമായി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച്, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമിനെ കുറിച്ച്. ഇവ രണ്ടും എന്താ പറയുക, ഒരു സഹോദര പദ്ധതികൾ എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആദ്യം വരികയും പിന്നീട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാണ്, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം വരികയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഇവയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന രീതിയിൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പിന്നീട് വരുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂറൽ തലത്തിൽ, ഗ്രാമീണ തലത്തിൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവരേണ്ടതാണ് എന്ന വ്യക്തമായ ബോധ്യം പിന്നീട് അവർക്ക് ഉണ്ടാവുകയാണ്. വികസനം എന്ന് വെച്ചിട്ട് കെട്ടിടങ്ങൾ കിട്ടുന്നതോ റോഡുകൾ കിട്ടുന്നതോ അതെല്ലാം ഉണ്ടെങ്കിലും വെൻ എംപ്ലോയ്മെന്റ് ഈസ് ജനറേറ്റഡ് ദെൻ ഓൺലി ദ റൂറൽ പോവർട്ടി, അത്തരം കാര്യങ്ങൾ അവസാനിക്കുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷനിലൂടെ മാത്രമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകളിൽ അവർ പിന്നീട് അവരെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ശേഷം എംപ്ലോയ്മെന്റ് എന്ന തലത്തിലേക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് വന്ന് തുടങ്ങുന്ന സമയത്ത് പിന്നെ എന്താണ്, ഒരു സോഷ്യൽ തലത്തിലുള്ള എംപ്ലോയ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, ആ കാലഘട്ടത്തിലും എപ്പോഴും നോക്കുകയാണെന്നെങ്കിലും കുറച്ചധികം എന്താ പറയുക, ഇപ്പൊ നോർത്തിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ സ്ത്രീകൾ അധികം ജോലിക്ക് പോകുന്നില്ല അല്ലെ. അപ്പൊ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ, ആ കോൺസെൻട്രേഷനിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ മുന്നോട്ട് വെക്കുകയാണ്. പിന്നീട് നമ്മളാണ് MG നരേഗയെ കുറിച്ച് നമ്മൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് വെച്ചിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി എന്ന് നാട്ടിൽ വിളിക്കപ്പെടുന്ന ആ പ്രോഗ്രാം വലിയൊരു വ്യത്യാസം ഉണ്ടാക്കിയ മറ്റൊരു പ്രോഗ്രാം ആയിരുന്നു. ഇവ എടുത്തു പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. ഇവ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പക്ഷേ ഇത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുക, പ്രധാനപ്പെട്ട പ്രൊജക്ടുകളാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു സർവോദയ പ്രൊജക്ട് വരുന്നുണ്ട്. ഏത് വരുന്നുണ്ട്? ഒരു സർവോദയ പ്രൊജക്ട് വരുന്നുണ്ട്. സർവോദയെ കുറിച്ച് ഗാന്ധിയൻ കൺസെപ്റ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? നോക്കൂ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം സാമൂഹികപരമായിട്ടുള്ള വികസനം എന്ന ആശയത്തിൽ ഏതെല്ലാമാണ്, അതിൽ വരുന്ന പോയിന്റുകൾ എന്തെല്ലാമാണ്? ഇപ്പൊ ഒരു ചോദ്യം വരാം അല്ലെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ എന്തെല്ലാം ഉൾപ്പെടും എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ ഒരു ലോജിക്കിൽ ഉൾപ്പെടാത്ത, ഈ ലോജിക്കൽ ചാർട്ടിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം അവർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനോടൊപ്പം തരാം. മനസ്സിലാവുന്നുണ്ടോ? സോ സാമൂഹിക വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമൂഹത്തിന്റെ ഒന്നാകെയുള്ള വികസനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സമൂഹത്തിന്റെ, കമ്മ്യൂണിറ്റിയുടെ ഒന്നാകെയുള്ള ഒരു വികസനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിക്കേണ്ട കാര്യം എന്താ? വെൽഫെയർ ഉറപ്പിക്കേണ്ടതുണ്ടാവും അല്ലെ, നീതി ഉറപ്പിക്കേണ്ടതുണ്ടാകും അല്ലെ, ആളുകൾ പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നൊരവസ്ഥ നമുക്ക് വരേണ്ടതുണ്ട് അല്ലെ, ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനം വേണം എന്നുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിൽ കമ്മ്യൂണിറ്റിയുടെ കെട്ടുറപ്പിനെ എന്താ ചെയ്യുക, ഉറപ്പിക്കുന്നതും ആ കെട്ടുറപ്പിൽ നിലനിന്നുകൊണ്ട് നല്ല രീതിയിലൊരു വികസനം, എംപ്ലോയ്മെന്റ് ആകട്ടെ, സോഷ്യൽ ആയിട്ടുള്ള ഹയറാർക്കികൾ ഇല്ലാണ്ടാകുന്ന രീതിയിലാകട്ടെ, ആ രീതിയിലൊരു വികസനമാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികമായിട്ടും, മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളർച്ചയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതിന് എന്താവശ്യമാണ്? കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. അതിനെന്താവശ്യമാണ്? ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, പതുക്കെ ഓരോ പദ്ധതികൾ ആ കാലഘട്ടത്തിൽ ചെയ്തു തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്,
ജനങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ജനങ്ങൾ തന്നെ അവരുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വളരണം എന്നാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അതായത് അവരെ എന്ത് ചെയ്യുകയാണ്, നമുക്ക് എംപവർ ചെയ്യാം, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പിക്കാം. എല്ലാത്തിനും അവസാനം എങ്ങനെയാണ് അവര് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഗ്രാമീണ മേഖലകളിൽ ഉണ്ടാകണം. സെൽഫ് സഫിഷ്യന്റ് ആയിട്ട്, മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് അവർ വളരേണ്ടതുണ്ട്. മനസ്സിലുണ്ടോ? തങ്ങളുടെ തന്നെ പ്രയത്നങ്ങളിലൂടെ ഗ്രാമീണ ജനത എന്ത് ചെയ്യേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ എന്താണ് ഇങ്ങനെ പണം ഇറക്കിക്കൊണ്ടിരിക്കുക എന്ന തലമല്ല. അവര് തന്നെ ആദ്യത്തെ ഹെൽപ്പുകൾ എടുത്തതിന് ശേഷം അവര് തന്നെ പിന്നീട് ബാക്കിയുള്ള തലത്തിലേക്ക് വളരണം എന്നാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു എന്തുണ്ടായിരുന്നു, പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഏതെല്ലാം രീതിയിലാണ് സാമൂഹിക വികസനം വരേണ്ടത്? ഒന്നാമത്തേത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്, അല്ലെ? വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് എല്ലാ ആളുകളെയും, ഒരു ഗ്രാമത്തിലെ ഒരു വിഭാഗത്തിലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചയായിരിക്കണം, അല്ലെ? ഒരു ഗ്രാമം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്, അല്ലെ? കുറെ പണമുള്ള ആളുകൾ ഉണ്ടാകാം, വളരെ താഴെക്കിടയിൽ കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാരുണ്ടാകാം, പിന്നാക്ക വിഭാഗക്കാരുണ്ടാകാം, കുട്ടികളും സ്ത്രീകളും ഉണ്ടാകാം, അല്ലെ? അപ്പൊ ഈ രീതിയിൽ വലിയ എന്താ പറയുക, പണവും സാമൂഹികപരമായിട്ട് ശക്തിയുള്ളവരും എന്നാൽ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെയധികം ദുർബലരായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടും ദുർബലരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ കുറച്ച് ആളുകൾ മാത്രം, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ക്രിറ്റിസിസങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണും. അതായത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ റിച്ച് ആയിട്ടുള്ള വളരെയധികം വലിയ ഫാർമേഴ്സിനൊക്കെ എന്ത് ചെയ്തു, അത് വലിയ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ താഴെ തട്ടിലേക്ക് അത് അധികം എന്ത് ചെയ്യില്ല, ഒരു ഇളക്കമൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിലും അധികം അവരെ എന്ത് ചെയ്യുന്നില്ല, വല്ലാണ്ട് അവർക്ക് വലിയൊരു കാതലായ മാറ്റം വരുത്താനൊന്നും ഇത് സാധിക്കുന്നില്ല. അപ്പൊ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ സമഗ്രമായ വളർച്ച എന്ന് പറയുന്നത് എന്തിനാവശ്യമാണ്? അസമത്വങ്ങളും മറ്റും ഇല്ലാതാക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വളരെയധികം ആവശ്യമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ. ഏതാണ്? പോവർട്ടി ഇറാഡിക്കേഷൻ. എന്താണ് പോവർട്ടി ഇറാഡിക്കേഷൻ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അല്ലെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് നമ്മൾ പറയും. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ പോവർട്ടി ഇറാഡിക്കേഷൻ. ദാരിദ്ര്യം എന്ന് പറയുന്നത് താഴെ തട്ടുള്ള ചില ആളുകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വലിയൊരു എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു വലിയ ഒരാളുണ്ടെന്ന് വിചാരിക്കുക കൂട്ടുകാർ. ഓക്കെ, ഇയാൾ എന്താണ്, വലിയ പ്രൊഡക്ഷൻ നടത്തുന്ന ആളാണ്. ഇയാളുടെ പ്രൊഡക്ഷൻ എപ്പോൾ മാത്രമേ വിജയിച്ചുകൊണ്ടേ തുടർച്ചയായി സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ? താഴെ തട്ടുള്ള ആളുകൾക്ക് ഇത് വാങ്ങാൻ കഴിയണം, അല്ലെ? ഇവർക്ക് പർച്ചേസിംഗ് പവർ വേണം. എന്നാൽ മാത്രമേ ഇങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ വളർച്ച വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ തട്ടുള്ള ആളുകൾക്കും എന്ത് വേണം? പണം വേണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പോവർട്ടി ഇറാഡിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് പോവർട്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പർച്ചേസിംഗ് പവർ ഇല്ല. അത് മാത്രമല്ല പോവർട്ടി ഇഷ്യൂ. ഞാനതിനെ സാമ്പത്തികമായ ഒരു തലത്തിൽ കൂട്ടുകാരോട് പറയുകയാണ്. പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തേണ്ടതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രധാന ആവശ്യം എന്താണ്? രാജ്യം എന്ത് വേണമെങ്കിലും, എന്തൊക്കെ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലും രാജ്യത്തെ സാമ്പത്തികാവസ്ഥ എന്താ പറയുക, നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ കൊഹസീവ്നെസ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. സോ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പോവർട്ടി ഇറാഡിക്കേഷൻ എന്താണ്? അതിന് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. താഴെ തട്ടുള്ള ആളുകളുടെ അടുത്ത് എന്ത് വേണം? അവർക്ക് എംപ്ലോയ്മെന്റ് വേണം, അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻകം വേണം, അവർക്ക് പർച്ചേസിംഗ് പവർ എന്താണ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇതില്ല എന്നുണ്ടെങ്കിൽ, താഴെ നിന്നുള്ള ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള സപ്ലൈയിൽ ഒരർത്ഥവും ഇല്ലാണ്ട് ആവുകയാണ്. സോ പോവർട്ടി ഇറാഡിക്കേഷൻ ആ രീതിയിൽ സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് അത്യാവശ്യമാണ്. പലപ്പോഴും ആളുകൾ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അവര് പാവങ്ങളല്ലേ, അവരെ ഉയർത്തിക്കൊണ്ടുവരണ്ടേ, അത് ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന്. മോറൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഗവൺമെന്റ് അത്രയും ശക്തമായിട്ട് പ്രവർത്തിക്കാൻ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മോറൽ ഇഷ്യൂ. ഒബ്വിയസ്ലി ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മോറൽ ഇഷ്യൂ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ അതിന് പിന്നിൽ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇഷ്യൂസ് കൂടി കിടക്കുന്നുണ്ട് എന്ന് കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വരുമാനത്തിലുള്ള എന്താ പറയുക അസമത്വങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. അത് പല രീതിയിൽ, മനസ്സിലാവുന്നുണ്ടോ? അത് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പോവർട്ടി ഇറാഡിക്കേഷനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണെന്ന് അറിയ കൂട്ടുകാർക്ക്? ഒന്നാമത്തെ എന്താണ്? സ്കില്ലിംഗ് ആണ്. സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ആർ വെരി ഇമ്പോർട്ടന്റ്. അവർക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? അവർക്ക് നൈപുണ്യ വികസനം നടത്തേണ്ടതുണ്ട്. എന്താണ് നൈപുണ്യ വികസനം? നൈപുണ്യ വികസനം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് നൈപുണ്യ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർക്ക് കൃത്യമായിട്ടുള്ള സ്കില്ലുകൾ കൊടുക്കേണ്ടതുണ്ട്. തൊഴിൽ അവസരങ്ങൾ, എംപ്ലോയ്മെന്റ് ചാൻസസ് അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഡയറക്ട്ലി എന്തിന് ഹെൽപ്പ് ചെയ്യുക, പോവർട്ടി ഇറാഡിക്കേഷന് ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ സാമൂഹിക വികസനം എന്ന് പറയുന്ന സമയത്ത് സ്കില്ലിങ്ങും എംപ്ലോയ്മെന്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആളുകൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ സ്ഥലത്തെ ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സ്കില്ലിംഗ് വേണം. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമം എടുക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമം നിങ്ങൾക്ക് സങ്കല്പിക്കുക. അവിടെ എന്ത് ചെയ്യുകയാണ്, പുതിയതായിട്ട് ഒരു സോപ്പ് നിർമ്മാണ കമ്പനി വരികയാണെന്ന് വിചാരിക്കൂ. ഒരു സോപ്പ് നിർമ്മാണ കമ്പനി വരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഒരു സോപ്പ് നിർമ്മാണ കമ്പനി വരികയാണ്. സോപ്പ് നിർമ്മാണ കമ്പനി വരാൻ പോകുന്നു. അപ്പൊ ഈ സോപ്പ് നിർമ്മാണ കമ്പനിയിലേക്ക് ആളുകൾ വേണം. അപ്പൊ ഒരു ആധുനിക രീതിയിലുള്ള മെഷീനുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്, പണ്ടത്തെ രീതിയല്ല. ഓക്കെ, മനസ്സിലാവുണ്ട്? ഒരു മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട്, അത് എന്താ പറയുക, മുറിച്ചെടുക്കാനായിട്ടുള്ള വേറൊരു മെഷീൻ ഉണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ വരുന്ന ഒരു 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രോസസ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന മെഷീനറികൾ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം, അല്ലെ? അപ്പൊ ആ സ്കില്ലുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെ? അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആ മെഷീൻ ഇടയ്ക്കിടയ്ക്ക് കേടാവും. അതിന്റെ മുകളിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, പണിയേണ്ടി വരും, സാമ്പത്തിക നഷ്ടമാകും. പിന്നീട് സോപ്പ് വിറ്റിട്ട് ആ നഷ്ടം നികത്താൻ ചിലപ്പോൾ കഴിയില്ല, കമ്പനി അടച്ചുപോയി പോകും. സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ സ്കില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്, പോവർട്ടി ഇറാഡിക്കേഷനും അതുപോലെ തന്നെ വികസനത്തിനും വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. സംരംഭകർക്ക് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു സംരംഭകന് മനസ്സിലാവണം, ഞാൻ ഈ സംരംഭം തുടങ്ങിയാൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് ലഭ്യമാകും, എനിക്ക് തുടങ്ങാം. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും, എംപ്ലോയ്മെന്റ് ജനറേഷനിലേക്ക് നയിക്കും. അത് പോവർട്ടി ഇറാഡിക്കേഷനെ ഹെൽപ്പ് ചെയ്യും. ഇനി എംപവർമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. തീർച്ചയായിട്ടും എന്താണ്, എംപവർമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദാരിദ്ര്യമാർജനത്തിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആളുകളുടെ സജീവമായ പങ്കാളിത്തമില്ലാണ്ട് ഒരു പദ്ധതിയും വികസിക്കാനായിട്ട് പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് എന്തിനാണ് 33% എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു റിസർവേഷൻ ഉറപ്പിക്കുന്നത്? നമ്മളുടെ ലോക്സഭയിലും അതുപോലെ തന്നെ നമ്മൾ 106ാമത് അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? 106ാമത് അമെന്റ്മെന്റിൽ 33% എന്ന് പറയുന്ന ഒരു റിസർവേഷൻ ഉറപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം അവര് ഈ നിയമനിർമ്മാണം അഥവാ ലെജിസ്ലേഷൻ, അല്ലെ? ലെജിസ്ലേഷന്റെ ഭാഗമാകണം. ഇവരെന്താവണം, ലെജിസ്ലേഷന്റെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അവർക്ക് എന്ത് തോന്നുക, ഓക്കെ, ഈ നിയമങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണ്. ഒരു നിയമം ഉണ്ടാകുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് കൂടി അവരെ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണോ ആ നിയമം ഉണ്ടാക്കുന്നത് എന്ന് അവർ പിന്നീട് നോക്കി തുടങ്ങും, ഇല്ലെങ്കിൽ അവരെ എതിർപ്പ് പറഞ്ഞു തുടങ്ങും. ഇത് എപ്പോഴാണ് വരുന്നത്, ഇവരുടെ പാർട്ടിസിപ്പേഷൻ ഉള്ളപ്പോൾ മാത്രം. അല്ലെങ്കിൽ അവരെന്താണ്, മുകളിൽ നിന്ന് ആരൊക്കെയോ നിയമം ഉണ്ടാക്കുന്നു, ആ നിയമം എന്തെന്നോ എങ്ങനെയെന്നോ ഞങ്ങളെ ബാധിക്കുന്നോ എന്നൊന്നും അറിയില്ല. ഞാൻ ഒരു ഉദാഹരണമാണ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ കിടക്കുന്ന ആളുകളെയും എംപവർമെന്റ് എന്നതുകൊണ്ട് ആദ്യം എന്ത് വേണം, പാർട്ടിസിപ്പേഷൻ വരണം. ഈ പാർട്ടിസിപ്പേഷൻ ആണ് അവരുടെ എംപവർമെന്റിലേക്ക് നയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ അവരുടെ പങ്കാളിത്തവും അവരുടെ ശാക്തീകരണവും, ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ പഞ്ചായത്തുകളിലെ ഇലക്ഷനും എല്ലാം നോക്കിക്കോളൂ നിങ്ങൾ. അതിൽ സർട്ടൻ സീറ്റുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സീറ്റുകൾ ചില വർഷങ്ങളിൽ ചില പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് റിസർവ് ചെയ്യും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ചില സീറ്റുകൾ എന്തായിരിക്കും, SC ST കമ്മ്യൂണിറ്റികൾക്ക് റിസർവ്ഡ് ആയിരിക്കും, അല്ലെ? എന്തുകൊണ്ടാണ്? അവരുടെ പാർട്ടിസിപ്പേഷൻ മാത്രമാണ് അവരെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓൺലി പാർട്ടിസിപ്പേഷൻ ഈസ് ഗോയിങ് ടു എംപവർ ദം എന്നത് കൊണ്ടാണ്. മനസ്സിലായോ കൂട്ടുകാർക്ക്? പിന്നെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേഷൻ വേണം, അല്ലെ? ഞാൻ പണ്ട് ഏതൊക്കെ ക്ലാസ്സിൽ ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ അട്ടപ്പാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ പണ്ട് കാലഘട്ടത്തിൽ കുറെ വീടുകൾ കെട്ടിക്കൊടുത്തത്രേ. പോയിട്ട് കുറെ വീടുകൾ കെട്ടിക്കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട്. ഒരു 2 കൊല്ലം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ വീടുകളൊക്കെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് നോക്കിയപ്പോൾ അന്വേഷിച്ച സമയത്ത് അവർക്ക് വേണ്ട സ്ഥലത്തല്ല അത് കെട്ടിക്കൊടുത്തിരിക്കുന്നത്, അവർക്ക് വേണ്ട രീതിയിലല്ല, അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ജീവിത രീതികളിലല്ല അത് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് അട്ടപ്പാടി തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പണ്ടൊരിക്കലും ഒരു കേസ് സ്റ്റഡിയിൽ ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അട്ടപ്പാടി ആണോ എന്ന് എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഞാൻ വെറുതെ അറിയാണ്ട് അട്ടപ്പാടി എന്ന് പറയരുതല്ലോ. ഏതൊരു ട്രൈബൽ ഏരിയയിലായിരുന്നു ഇങ്ങനെ കെട്ടിക്കൊടുത്തു, അവിടെ ആരും താമസിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? അത് ഇവരുടെ പാർട്ടിസിപ്പേഷൻ പ്ലാനിങ് പ്രോസസ്സിൽ ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഇവരോട് ആരും ചോദിച്ചില്ല നിങ്ങൾക്ക് എങ്ങനത്തെ വീടാ വേണ്ടത്, എവിടെയാണ് വേണ്ടത്. ഇവര് തന്നെ തീരുമാനിച്ചു. കളക്ടറേറ്റിൽ AC റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ആളുകൾ തീരുമാനിച്ചു, അവർക്ക് ഇന്ന സ്ഥലത്ത് ഇത്രയും ഭൂമി അടിച്ചു നിരത്തിയിട്ട് നമുക്ക് ഇത്ര വീട് കെട്ടിക്കൊടുക്കുക, അവരവിടെ വന്ന് താമസിച്ചോളും. അവരുടെ വിചാരം എന്താ, ഇവരൊന്നും ഇല്ലാത്തവരല്ലേ, ഒരു വീട് കെട്ടിക്കൊടുത്താൽ അവിടെ വന്ന് വേഗം ഓടി വന്ന് താമസിച്ചോളും എന്നാണ്. അങ്ങനെയാണോ?
അല്ല, അവർ കാടുമായി ചേർന്ന് അവരുടെ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടേതായ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്താ പറയുക, ഒരു വീട് കെട്ടിക്കൊടുത്ത്, ഒരു ഫ്ലാറ്റ് കെട്ടിക്കൊടുത്ത് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിക്കോ പറഞ്ഞാൽ അവർക്ക് കയറാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജീവിച്ച സാഹചര്യത്തിന് പെട്ടെന്ന് പറിച്ചു നടാൻ പറ്റും ആൾക്കാരെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ അത് ശക്തമായ, അത് നമുക്ക് എത്ര പണം ഇവിടെ ചെലവായിട്ടുണ്ടാവും, അത് എത്ര പണം ചെലവായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ പാർട്ടിസിപ്പേഷൻ ഉറപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ എന്താണ്? റൂറൽ ഡെവലപ്മെന്റ്. അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന തലത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, റൂറൽ ഏരിയയിൽ നമ്മുടെ ജനങ്ങളുടെ ജനസംഖ്യയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനസംഖ്യ ഇത്രയധികമുള്ള റൂറൽ ഏരിയ വികസിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തന്നെ വികസനമാണ്. സോ ഗ്രാമീണ വികസനം എന്ന് പറയുന്നത് എന്താണ്? അത് ഇന്ത്യയുടെ തന്നെ വികസനമാണ്. അത് എല്ലാം ഈ വികസനം, റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വികസനമാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ആ വളരെ ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കേണ്ടതുണ്ട് അല്ലെ, ഹെൽത്ത് വികസിക്കേണ്ടതുണ്ട്, എന്താ പറയുക, എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വികസിക്കേണ്ടതുണ്ട്. അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഗ്രികൾച്ചർ എന്ത് ചെയ്യേണ്ടതുണ്ട്? വികസിക്കേണ്ടതുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഫാമിലി ഹെൽത്ത് സെന്റർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യേണ്ടത്? അവിടെ ധാരാളം വരേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഗ്രാമങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള, പാർപ്പിടപരമായിട്ടുള്ള ഇതെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? വർദ്ധിക്കുന്നതിനെയാണ് റൂറൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നതിലെ പ്രധാനപ്പെട്ട ഗോൾസിൽ ഒന്നാണ്. വിമൻ എംപവർമെന്റ് നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. എല്ലാ തലങ്ങളിലുള്ള ആളുകളുടെയും എംപവർമെന്റ് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? 50% വരുന്ന വിഭാഗമാണ് അല്ലെ, അവർ തളർന്നിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യയുടെ 50% തളർന്നിരിക്കുക എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കേണ്ടത് ഇന്നും അല്ലെ, ഈവൻ കേരളത്തിൽ പോലും എന്താ പറയുക, പല ഇടങ്ങളിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ടോ, അവർ പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ മോശം വിചാരിക്കില്ലെന്ന് വെച്ചിട്ട് +2 വരെ പഠിപ്പിച്ചിട്ട് ഉടനെ കല്യാണം കഴിച്ച് അയക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെയൊക്കെ വേസ്റ്റ് ആവുന്നത് എന്താണ്? നോക്കൂ, ഈ ഓരോ ആളുകളെയും, പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റും ആളുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പെൺകുട്ടികളുടെ പ്രശ്നമായിട്ട് പറയല്ല, പെൺകുട്ടികളെ കുറ്റം പറയല്ല, അത് വേണ്ടെന്ന് പറയുന്ന ആളുകളെ പറയുകയാണ്. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുകയോ ആ രീതിയിൽ ഒരുപാട് ടാക്സ് പേയേഴ്സിന്റെ പൈസ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മേലിൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഉൾപ്പെടെ ചെലവാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ +2 വരെ പഠിക്കുന്ന ഒരാൾ പിന്നീട് അടുത്ത കോളേജ് തലത്തിലേക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കൂ, എന്നിട്ടൊരു ജോബ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കൂ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ഫോർ എവറിത്തിങ്. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ ലൈഫിനെ കുറിച്ചും പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ്, സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവ് ഇത്തിരി കുറയും. അത് എല്ലാം സ്മൂത്തായി പോകുന്ന സമയത്ത് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്നു? ഒരു ഇഷ്യൂ കയറി വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഒരു ചോദ്യം വരിക. എന്താണ്? നീ എന്തിനാ അത്ര ഡയലോഗ് അടിക്കുന്ന? ഒരൊറ്റ ചോദ്യത്തിൽ എന്ത് ചെയ്യും? അത്രയും കൊല്ലങ്ങൾ മുഴുവൻ തകർന്നു കിടക്കും താഴെ. മനസ്സിലാവുന്നുണ്ടോ? നീ എന്ത് ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നാൽ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം തീരുമാനമെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോബ്, ഒരു കൃത്യമായിട്ടുള്ള എന്താ പറയുക, ഒരു തലത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. ആൻഡ് അത് എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ എന്നുള്ള തലത്തിൽ നിന്ന് പുറമേക്ക് പോകുന്നത്? കാരണം എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല, ഒരു മുൻ IMF ചീഫ് ആയിരുന്നു. അവർ പറഞ്ഞതായിരുന്നു, ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ വർക്ക് ചെയ്യാത്ത സ്ത്രീകൾ കൂടി ഇന്ത്യയുടെ വർക്കിംഗ് ഫോഴ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിൾ ഡിജിറ്റിൽ കിടക്കുന്നത് ഡബിൾ ഡിജിറ്റിലേക്ക് പോയിട്ട് നമ്മളുടെ ഗ്രോത്ത് തന്നെ വേറെ ലെവലിലേക്ക് പോകുന്നതാണ് പറയുന്നതായിരുന്നു അവർ. മനസ്സിലാവുന്നുണ്ടോ? സോ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക തലത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അല്ലെ. ഈ ഗ്രാമീണ മേഖലകളിലാണ് ഇന്നും ഒരുപാട് ജലാശയങ്ങള്, വൃക്ഷങ്ങള് ഇവയൊക്കെ ഇപ്പോഴും ബാക്കിയായിരിക്കുന്നത് അവിടങ്ങളിലാണ്. അപ്പോൾ ഗ്രാമീണ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെട്ടി നിരത്തി പാടം നികത്തി കുറെ അധികം ഇൻഡസ്ട്രികൾ പണിയുക എന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സംരംഭങ്ങളിലൂടെ ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ഒരു നമ്മൾ എന്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു അവബോധം വളർത്തിക്കൊണ്ടുള്ള ഒരു വികസനത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട എന്താണ്, ഒരു സ്റ്റെപ്പുകളിൽ ഒന്നാണ്. കാരണം എന്താണ്? സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. സോ വി നീഡ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു ഗ്രാമത്തിലെ പാടം മുഴുവൻ നികത്തി ഒരു എന്താ പറയുക, ഒരു ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കി എന്ന് വിചാരിക്കൂ കൂട്ടുകാര്. കുറച്ച് കാലം 10 കൊല്ലം കഴിയുമ്പോൾ നെല്ലും മരിയും ഒന്നും ഇല്ലാണ്ട് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനും വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നാൽ അത് പ്രശ്നമാണ് അല്ലെ. എന്തുകൊണ്ടാണ് നിലവിൽ എന്താ പറയുക, വളരെ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത്? പക്ഷെ നിലവിലുള്ള പാടങ്ങൾ സംരക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ പാടമേ ഇല്ലാണ്ടായാൽ
പിന്നെ പുറമേയുള്ള സംസ്ഥാനങ്ങൾ അവർ പറയും അവരുടെ വില, അത് കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും. ഇപ്പോഴും കുറേയധികം നെല്ലെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് വരുന്നത് കൊണ്ടാണ് വില എന്ത് ചെയ്യുന്നത്, നമുക്ക് ബാർഗെയിനിങ് പവറെങ്കിലും നമുക്ക് കുറച്ചൊക്കെ അവിടെ എവിടെയും കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പ്രൊഡക്ഷനിൽ ഓൾറെഡി നമ്മൾ എന്തായി കഴിഞ്ഞു, നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഓൾറെഡി എന്താണ്, ഓവർ പ്രൊഡക്ഷൻ ആണ്. ആളുകൾക്കുള്ളതിനേക്കാളും ഒരുപാട് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും അങ്ങനെ തീ പിടിച്ച വിലയായി പോവില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഡ്രോട്ട് സീസൺ വന്നു കഴിഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ടോ, ഒരു വരൾച്ചയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ, ഒരു എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കയ്യിൽ നിൽക്കില്ല, വില കുതിച്ച് മുകളിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗം നോക്കൂ, ഏതാണെന്നുള്ളത്, സോഷ്യൽ കൊഹസീവ്നെസ്. സോഷ്യൽ കൊഹസീവ്നെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ അതിനെയും ഒരു മോറൽ തലത്തിൽ മാത്രം എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും മോറൽ തലമുണ്ട്. മനുഷ്യർ എന്ത് ചെയ്യരുത്, ഒരു എത്തിക്കലി മോറലി നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലരുത്, അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഒരു രാജ്യം എന്താ അറിയോ, നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് രാജ്യങ്ങൾ നോക്കൂ, പാകിസ്ഥാൻ ആകട്ടെ, അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, ബംഗ്ലാദേശ് ആകട്ടെ, മ്യാൻമാർ ആകട്ടെ, ഈവൻ എന്താ പറയുക, നേപ്പാളും ശ്രീലങ്ക എല്ലാം നോക്കിക്കോളൂ, അവിടെ എല്ലാം എന്താണ്, ക്ലാസ് ബേസിസിൽ, കാസ്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ തലങ്ങളിലുള്ള റിലീജിയസ് ബേസിസിൽ പല അൺറസ്റ്റുകളും നടക്കുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് ആ രാജ്യങ്ങൾ വികസിക്കാതിരിക്കാൻ കാരണവും. നമ്മുടെ രാജ്യത്ത് പല ആളുകളും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ ഒന്ന് പറഞ്ഞു, അപ്പോൾ ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ പറയും, മുസ്ലിം ഹിന്ദുവിനെ പറയും, ക്രിസ്ത്യാനി മുസ്ലിമിനെ പറയും, ക്രിസ്ത്യാനി ഹിന്ദുവിനെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുകൾ മനസ്സിലാക്കാത്ത എന്താ അറിയോ, എത്ര സുഖകരമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന കാര്യമാണ് അവർ മറക്കുന്നത്. അതായത് ഒരു പ്രശ്നമില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയില്ലേ, സത്യം പറഞ്ഞാൽ അതാണ്. അവരെന്ത് കണ്ടിട്ടില്ല, ഇന്നത്തെ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് കണ്ടിട്ടില്ല, വേറൊരു വിദേശ ശക്തിയുടെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെ ആരും കടന്നു പോയിട്ടില്ല. ഒരു വാക്ക് മിണ്ടി അടിച്ച് നാവും പല്ലും അടിച്ചു പൊട്ടിക്കുന്ന ഒരു കാലം നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. പുറമേയുള്ള രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിവിൽ അൺറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിനും സമാധാനം ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു തലമുറകളാണ് ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു തലമുറ എന്താണ്, ഒരു മൊത്തം ഒരാൾ ജീവിക്കുന്ന കാലഘട്ടം മുഴുവൻ യുദ്ധം മാത്രം കണ്ടുകൊണ്ട് ജീവിച്ച് മരിച്ചു തീർക്കുന്ന, ഒന്നൊരു സിനിമ കാണുന്നതിനോ ഒരു സ്ഥലത്ത് പോയിട്ട് സമാധാനമായി ചായ കുടിച്ചിരിക്കുന്നതിനോ പോലും പറ്റാണ്ട് ഒരു തലമുറ മുഴുവൻ എന്താണ് ജീവിച്ച് മരിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ സോഷ്യൽ കൊഹസീവ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റീഷ്യൻസ് അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയും, അവർ പല കാര്യങ്ങളും പറയും. അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ഓണം വരുന്ന സമയത്ത് അവർ ഒന്നിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഗണേശ ചതുർത്ഥിക്കോ അടുത്ത ക്രിസ്മസിനോ എന്ത് ചെയ്യും, ഇവരെല്ലാവരും അവരവരുടെ എന്താ പറയുക വസതിയിൽ ഒഫീഷ്യൽ വിരുന്ന് സംഘടിപ്പിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഇലക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാവരെയും മതപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെയുള്ള പല രീതിയിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറയും. അത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് അടുത്ത ദിവസം എന്ത് ചെയ്യും, കെട്ടിപ്പിടിച്ചിട്ട് ആഹാരം കഴിക്കും. എന്നാൽ ഇത് മുഴുവൻ കേട്ടിരിക്കുന്ന ജനങ്ങളോ അവരുടെ ഇടയിൽ ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടാകും. അവരെന്താണ്, ഒരു വോട്ട് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കും. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക, ഒരു സോഷ്യൽ കൊഹസീവ്നെസ് ഉറപ്പിക്കുക എന്നത് എന്താണ്, രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാണ്. നിങ്ങളൊരു എന്താ പറയുക ഒരു നാഷണലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു രാജ്യസ്നേഹിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ജാതിയോ മതമോ റേസോ നിറമോ വർണ്ണമോ ഒന്നുമല്ല. നല്ല കാര്യം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആളെ എന്താണ്, സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഏത് ജാതിയോ ഏത് മതമോ ആവട്ടെ അയാളെ അംഗീകരിക്കേണ്ട ആളാണ്. ഇനി നിങ്ങളുടെ മതമാകട്ടെ, അതേ കൊടി പിടിക്കുന്ന ആളാകട്ടെ, അയാൾ അപ്പുറത്തുള്ള ആളെ ശത്രുവാക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പുറത്തുള്ള ആളെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ആ മതത്തിനെ ദുഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വർത്താനം പറഞ്ഞ ഒരാളാണെന്ന്, അത് ഏത് മതമോ ആകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആകട്ടെ, ഏതൊരാളോ ആകട്ടെ, അയാൾ എന്താണ്, അയാൾ ഈ രാജ്യത്തിന് ഈ മണ്ണിന് എന്താണ് ആവശ്യമില്ലാത്ത അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഐഡിയോളജിക്കലി ആവശ്യമില്ലാത്ത ഒരു ഐഡിയയാണ് അദ്ദേഹം എന്ത് വെച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ നമ്മൾ എതിർക്കണം. അത് മാത്രമാണ് എന്തിന് ഒരു ശാശ്വത പരിഹാരം. നമ്മളുടെ രാജ്യം ഇതുപോലെ സമാധാനപരമായി വികസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത്. സോ സോഷ്യൽ കൊഹസീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, USA നോക്കൂ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിന്റെ വളർച്ചയുടെ അറ്റത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അവർക്ക് കിട്ടിയ പീസ്ഫുൾ ആയിട്ടുള്ള എന്താണ് വർഷങ്ങളാണ്. USA രൂപീകരണത്തിന് ശേഷം അവരുടെ രാജ്യത്തിലേക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, അവർക്ക് റേഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എന്താ പറയുക അടിമകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ USA എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ മെയിൻ ലാൻഡിൽ ഒരു യുദ്ധമോ ഒരു പ്രശ്നമോ പിന്നെ വലുതായിട്ട് നടന്നിട്ടില്ല. റേഷ്യൽ എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് അവർ മറികടന്ന് വന്നപ്പോൾ പിന്നെയും അമേരിക്ക വികസിക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ USA, ചൈന നോക്കൂ, ചൈനയ്ക്ക് എന്തുണ്ടായിട്ടുള്ളത്, ചൈന സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് അവരുടെ മെയിൻ ലാൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം വന്ന ശേഷം അവരുടെ മെയിൻ ലാൻഡിലേക്ക് ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല.
മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അവരുടെ സമാധാനപരമായിട്ടുള്ള വർഷങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ത്യ നോക്കൂ, ഇന്ത്യയുടെ വികസനം എങ്ങനെയാണ്? നമ്മുടെ സമാധാനപരമായ കാലഘട്ടം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് നമുക്ക് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെ, 1999 നോക്കൂ നിങ്ങൾ, 99 കാർഗിൽ വാർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വലിയൊരു യുദ്ധത്തിന്റെ സമാനമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ഗ്രോത്ത് നടക്കുന്നത് ഏതാ? പിന്നീട് കിട്ടിയ സമാധാനപരമായിട്ട് 10-12 വർഷങ്ങളിൽ നമ്മൾ 8-9% വളർച്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് വളരുന്നുണ്ട്, അല്ലെ? ഇപ്പോഴും നോക്കൂ കൂട്ടുകാര്, നമ്മൾ എന്താണ്, ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ സോഷ്യൽ കൊഹസീവ്നെസ് ഈസ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, മിറ്റിഗേഷൻ എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ഗവൺമെന്റുകളും NGOകളും ചേർന്നിട്ടുള്ള കോപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. NGOs വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹിക വികസനത്തിൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുക. ഇനി നമ്മൾ കിടക്കുന്നത് സർവോദയ പ്രൊജക്റ്റിലേക്കാണ്. നമ്മളുടെ ഒരു റൂറൽ ഡെവലപ്മെന്റിന്റെ ഒരു തലത്തിൽ ഒരു ജനറൽ ആയിട്ടുള്ള മൊത്തത്തിലൊരു വലിയൊരു പ്ലാൻ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ്, ഇതിന് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. സർവോദയയുടെ പേരിൽ അധികം അറിയപ്പെടുന്ന ആളാരാണ്? ആചാര്യ വിനോബാ ഭാവെയാണ് എന്ന് കൂട്ടുകാർക്ക് അറിയാം. പക്ഷേ ഈ സർവോദയ എന്ന് പറയുന്ന ഒരു പദ്ധതി ആദ്യം ഫസ്റ്റ് ഇറ്റ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ഗാന്ധിജി 1908 എല്ലാവർക്കും ഉള്ള ഒരു വെൽഫെയർ ഫോർ ഓൾ എന്നാണ് സർവോദയ എന്നതിന്റെ ഒരു ലിറ്ററൽ മീനിങ്. സർവോദയയുടെ അർത്ഥം എന്ത് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് അത്? വെൽഫെയർ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് സർവോദയ എന്ന് പറയുന്ന രീതിക്ക് വരുന്നത്. പിന്നീട് ആചാര്യ വിനോബാ ഭാവെയോടൊപ്പം ജയപ്രകാശ് നാരായണനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർവോദയ പ്രോഗ്രാമിന്റെ പേരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കയറുന്നുണ്ട്. JP 1954 അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരുന്നു. 1954 ശരിയായിട്ടുള്ള സോഷ്യലിസം എന്ന് പറയുന്നത് സർവോദയ എന്ന് പറയുന്ന പ്ലാനിലൂടെയാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭൂദാൻ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ജയപ്രകാശ് നാരായൺ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 1954 വിട്ടിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി എന്താണ് ഇപ്പൊ സർവോദയ എന്ന് പറയുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എന്താ ഒരു ഐഡിയൽ സൊസൈറ്റി സൃഷ്ടിക്കാനാണ് അവർ നോക്കുന്നത്. എന്താണ് ഒരു ഐഡിയൽ സൊസൈറ്റി സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വാലിറ്റിയിലും ജസ്റ്റിസിലും ഫ്രീഡം എന്ന് പറയുന്ന ആശയത്തിലും, അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും എന്താണ്, തുല്യരായിട്ടുള്ള, എല്ലാവർക്കും നീതി ലഭ്യമാകുന്ന, എല്ലാവർക്കും കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിന് ഉണ്ടാക്കലാണ് സർവോദയ പ്രോഗ്രാമിലൂടെ വെൽഫെയർ ഫോർ ഓൾ എന്ന തലത്തിൽ നമ്മൾ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ ഡോഗ്മാസ് ഒരുപാടുണ്ട്, അല്ലെ? ഡിസ്ക്രിമിനേഷൻസ് ഒരുപാടുണ്ട്. ഇവയുടെയൊക്കെ റിമൂവലാണ് സർവോദയയുടെ എൻഡ് പ്രോഗ്രാമായിട്ട്. ഏറ്റവും അവസാനം നമ്മളത് സക്സസ്ഫുൾ ആകുമ്പോൾ ദർ വോണ്ട് ബി എനി സോഷ്യൽ ഡോഗ്മാസ് എക്സിസ്റ്റിംഗ്, ദർ വോണ്ട് ബി എനി ഡിസ്ക്രിമിനേഷൻസ് ഇൻ ദ സൊസൈറ്റി. ആ രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചേരിതിരിവുകളോ അല്ലെങ്കിൽ എന്താണ് വലിപ്പ ചെറുപ്പങ്ങളോ ഇല്ലാത്തൊരു സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ സോഷ്യൽ ഡോഗ്മാസ്, അല്ലെ, സാമൂഹികപരമായിട്ടുള്ള എന്താ പറയുക, വലിപ്പ ചെറുപ്പങ്ങൾ ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇനി ഈ സർവോദയ പ്രോഗ്രാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അത് ഭൂദാൻ മൂവ്മെന്റ് ആയിരുന്നു. ഏതായിരുന്നു? ഭൂദാൻ മൂവ്മെന്റ് ആയിരുന്നു. 1951 ഭൂദാൻ മൂവ്മെന്റിന്റെ തുടക്കം നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഒരു ഐഡിയ പഠിച്ചത് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഐഡിയ പഠിച്ച ഓർമ്മയുണ്ടോ? ഇതേ ആശയം 1948 ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം പിന്നീട് ഒരു ഗാന്ധിയൻ, ഒരു പ്രോപ്പർ ഗാന്ധിയൻ എന്ന രീതിയിൽ ആളുകൾ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ആചാര്യ വിനോബാ ഭാവെ. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭൂദാൻ മൂവ്മെന്റ് അദ്ദേഹം സംഘടിപ്പിക്കുമ്പോൾ ഇതേ കാര്യമാണ്, ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പിന്റെ അതേ ആശയമാണ് അദ്ദേഹം പുറത്തിറക്കുന്നത്. എന്താണ്? ഓൾ ലാൻഡ് ബിലോങ്സ് ടു ഗോപാൽ. ഓൾ ലാൻഡ് ബിലോങ്സ് ടു ഗോപാൽ എന്നാണ് പറഞ്ഞത്. ഗോപാൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗോഡ്. ഓൾ ലാൻഡ് ബിലോങ്സ് ടു ഗോപാൽ എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്താ പറയുന്നത്? ഒരുപാട് ഭൂമിയുള്ള ആളുകളോട് പറയുകയാണ്, യു ഡൊണേറ്റ് സം ലാൻഡ് ടു ദ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഭൂമി നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുകയാണ്. മനസ്സിലാകുന്ന കൂട്ടുകാർക്ക്? ഈ ഭൂദാൻ മൂവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് 1951 ഏപ്രിൽ 18 1951 ഏപ്രിൽ 18 ഏത് ഗ്രാമമാണ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കണം. ഏതാണ്? പൊച്ചമ്പള്ളി എന്ന് പറയും. ഏതാണ്? പൊച്ചമ്പള്ളി എന്ന് പറയുന്ന തെലങ്കാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത്. അവിടെ ഒരു രാമചന്ദ്ര റെഡ്ഡി ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നത്? ഒരു രാമചന്ദ്ര റെഡ്ഡി. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്?
അദ്ദേഹത്തിന്റെ 100 ഏക്കർ ലാൻഡ് ഉണ്ടായിരുന്നു. ഈ 100 ഏക്കർ ലാൻഡ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുകയാണ്. ഈ രീതിയിൽ തുടങ്ങിയ ഈ യാത്ര ഏതാണ്ട് 951 തുടങ്ങിയ ഈ യാത്ര 51 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 12,200 ഏക്കർ ഭൂമി എന്ത് ചെയ്തു? ഇവർക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇതിനു വേണ്ടി അദ്ദേഹം പദയാത്രയാണ് നടത്തിയത്. കാൽനടയായിട്ട് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. പദയാത്രയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഈ രീതിയിൽ 12,200 ഏക്കർ ഭൂമി അദ്ദേഹം സംഘടിപ്പിക്കുകയാണ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ രീതിയിൽ എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള കാതലായ ഉദ്ദേശം? നമ്മൾ എപ്പോഴും അതിനെ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മുടെ എക്സാമിന് കൂട്ടുകാർ ആ തലം കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. മോറൽ തലം അല്ലാണ്ട് എന്താണ് അതിന്റെ ഒരു ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റൽ തലത്തിൽ നമുക്ക് എങ്ങനെ അതിനെ കാണാൻ പറ്റുക? കാരണം എന്താ ലഭിക്കുന്നത്? ഭൂമിയാണ് ലഭിക്കുന്നത് ഒരാൾക്ക്, അല്ലെ? ലാൻഡ് ഇല്ലാത്ത ഒരാൾക്ക് ഭൂമി ലഭിക്കുകയാണ്. പല തലത്തിൽ ഇതിനെ ഉപയോഗിക്കാം, അല്ലെ? അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം, ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഇത് ലീസിന് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? പണയം വെക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ഇൻകം എടുത്തിട്ട് അതൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ കൃഷിക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് അത് പിന്നീട് തിരിച്ചെടുത്തിട്ട് പുതിയ ഭൂമി വാങ്ങാം. അപ്പൊ ഈ രീതിയിൽ ഒരാളെ ഫൈനാൻഷ്യലി വളരെയധികം സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ലാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ പോവർട്ടി, അതായത് നമ്മളുടെ ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ് ഈ കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള വളരെയധികം പ്രധാനപ്പെട്ട ഏത് ഭാഗത്ത്? റൂറൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടിയെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ഭൂമി ലഭ്യമാക്കുക എന്നുള്ളത്. ഇത് എന്തിലേക്ക് നടക്കുക? ഇതാണ് ഭൂദാൻ മൂവ്മെന്റിന്റെ പിന്നിലുള്ള എന്തെന്ന് പറയുന്നത്? സാമ്പത്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന് ഭൂദാൻ മൂവ്മെന്റ് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആൻസർ. ഈവൻ ഇതിന്റെ ഒരു എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരിക്കലും. അതായത് ചമ്പൽ വാലി ഉണ്ട്, പണ്ട് ബീഹാറിലെ പ്രശസ്തരായിട്ടുള്ള ഡാക്കോയിറ്റ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൊള്ളക്കാരുണ്ട്. അവരുടെ സ്ഥലമാണ് ചമ്പൽ വാലി. ആവശ്യത്തിൽ കൂടെ ട്രെയിനുകൾ പോകുമ്പോൾ അടക്കം പേടിയാണ്. ട്രെയിനുകൾ മുഴുവൻ അടച്ചു കെട്ടി വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് ആ വഴിക്ക് പോകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറെ ഡാക്കോയിറ്റ്സ് വരെ എന്ത് ചെയ്തു? 1960 ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഇവരെല്ലാവരും കുറെ ആളുകൾ വന്ന് എന്ത് ചെയ്യുകയാണ്? കീഴടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടാണ് ഇവർ കീഴടങ്ങുന്ന ഒരു കാര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എന്തായിരുന്നു ആ സമയത്ത് പ്രസിദ്ധമായിരുന്നു ആ ഏരിയകളിൽ ഭൂദാൻ മൂവ്മെന്റ് എന്ന കാര്യം കൂട്ടുകാര് മനസ്സിലാക്കുക. മറ്റൊന്നായിരുന്നു ഗ്രാമദാൻ മൂവ്മെന്റ്. ഏതാണ് ഗ്രാമദാൻ മൂവ്മെന്റ്? അതായത് ഇതും സിമിലർ കാര്യം തന്നെയാണ്. ലാൻഡ് ഓണേഴ്സ് ലാൻഡ് ആർക്ക് കൊടുക്കും? ഒരു വ്യക്തിക്ക് കൊടുക്കുകയല്ല ചെയ്യുക, വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കും? ലാൻഡ് എങ്ങോട്ടാണ് പോകുന്നത്? വില്ലേജ് കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്കല്ല, ലാൻഡ് കൈവശമുള്ള അധികമുള്ള ഒരാള് ലാൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് കൈമാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ കളക്റ്റീവ് ഓണർഷിപ്പിലായിരിക്കും എന്ത് പോവുക? ഒരു കളക്റ്റീവ് ഓണർഷിപ്പിലാണ് ഈ ഭൂമിയിൽ എന്ത് ചെയ്യുക? വർക്ക് നടക്കുക. അത് എല്ലാവരുടെയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കളക്റ്റീവ് ഓണർഷിപ്പിൽ വില്ലേജ് കമ്മ്യൂണിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഇവർ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? കളക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് എന്ത് ചെയ്യും? ആ പ്രൊഡ്യൂസ് ഇവരെല്ലാവരും അവരുടെ ഇടയിൽ ഷെയർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമദാൻ മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നത്. മനസ്സിലായോ? ഇനി ഗ്രാമദാൻ മൂവ്മെന്റിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഡീഷയിലെ മാംഗ്രോത്ത് എന്ന് പറയും. ഏതാണ്? മാംഗ്രോത്ത് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ് ആദ്യത്തെ ഗ്രാമദാൻ വില്ലേജ് ആയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ആദ്യത്തെ വില്ലേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കൊരു ഉറപ്പ് പറയാൻ കിട്ടുന്നില്ല. പക്ഷേ ഒഡീഷയിൽ ഈ മാംഗ്രോത്ത് എന്ന് പറയുന്ന വില്ലേജ് ആണ് ഇതിൽ ഏറ്റവും ഫേമസ്. എനിക്കൊന്ന് ആദ്യത്തെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് 30 ജാനുവരി 1953 ഈ വില്ലേജ് എന്ത് ചെയ്തത്? ഈ രീതിയിലൊരു കളക്റ്റീവ് ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി തലത്തിലേക്ക് എന്താണ് ഈ വില്ലേജിലെ ഭൂമിയെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് നോക്കി നടത്താമെന്ന തലത്തിലേക്ക് 30 ജനുവരി 1953 ഇത് മാറുന്നുണ്ട്. ഒഡീഷയിലെ മാംഗ്രോത്ത് എന്ന് പറയുന്ന ഏതായിരുന്നു? ഒരു ഗ്രാമമായിരുന്നു. ഈ രീതിയിലേക്ക് ഗ്രാമദാൻ മൂവ്മെന്റിന്റെ ഈ രീതിയിലുള്ള ഒരു കളക്റ്റീവ് ഓണർഷിപ്പിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി ഈ രീതിയിലല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഭൂദാൻ പറഞ്ഞു, അല്ലെ? ഗ്രാമദാൻ പറഞ്ഞു, അതുപോലെ തന്നെ സമ്പത്തിദാൻ ഉണ്ട്.
സമ്പോധിദാൻ എന്ന് പറയും. എന്താണ് സമ്പോധിദാൻ എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? ആളുകൾക്ക്, ഇല്ലാത്ത ആളുകൾക്ക് എന്ത് കൊടുക്കാൻ ശ്രമിക്കുക? സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് കാറ്റിലാണല്ലോ, കാളകളൊക്കെ ആണല്ലോ, അവര് കാറ്റിൽസിനെ, ഇവരെയൊക്കെ എന്താണ് ദാനം ചെയ്യുന്നതാണ് ഇത് സമ്പതിദാൻ എന്ന് പറയുന്ന രീതി. ഇനി മറ്റൊന്നുണ്ട്, ഇതൊന്നും കൊടുക്കാൻ ഒരാൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കൂ, അങ്ങനത്തെ ആൾക്ക് എന്ത് ചെയ്യാം? ശ്രമദാൻ നടത്താം. എന്താണ് ശ്രമദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ പാടാം, ഫിസിക്കൽ ലേബർ. ഗാന്ധിജി ഫിസിക്കൽ ലേബറിനെ കുറിച്ച് വളരെ വലിയ രീതിയിൽ പറഞ്ഞ കൂട്ടുകാർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവുമല്ലോ. അവർക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ലേബർ നടത്താം. മനസ്സിലാവുണ്ടോ? ഫിസിക്കൽ ലേബർ കൊടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ദോസ് ഹു ഡോണ്ട് ഹാവ് ലാൻഡ്, ചില ആൾക്ക് എന്ത് ചെയ്യാണ്? നോ ലാൻഡ് ആണ്, അവർക്ക് എന്തെങ്കിലും കയ്യിൽ കൊടുക്കാൻ ലാൻഡ് ഒന്നുമില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്ക് ശ്രമദാൻ നടത്താൻ പറ്റും. മനസ്സിലാവുണ്ടോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രമദാൻ, ശ്രമം എന്ന് വെച്ചാൽ ശ്രമം എന്ന് വെച്ചാൽ പണിയെടുക്കുക, അല്ലെ, വർക്ക് ചെയ്യുക, ലേബർ. അപ്പൊ ശ്രമദാൻ, അത് ദാനം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലായിരിക്കും. അപ്പൊ ശ്രമദാൻ, സമ്പത്തിദാൻ തുടങ്ങിയവ കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ ആലോചിക്കുക. സോ ഇൻ ഷോർട്ട് പറഞ്ഞാൽ, ഒരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു കളക്റ്റീവ് ഫാമിലി ആയിട്ട് ഒരു ഗ്രാമം മുഴുവൻ എന്ത് ചെയ്യുക? ജീവിക്കുക എന്നീ ആശയങ്ങളാണ് ആര് മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നത്? സർവോദയയിലൂടെ, ഗാന്ധിജി തുടങ്ങി വെച്ച ഈ ആശയത്തിലൂടെ ആചാര്യ വിനോബാ ഭാവെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നത്. ഇനി ഈ സർവോദയ എന്ന് പറയുന്ന ഈ ആശയത്തിലൂടെ എന്തെല്ലാമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന്, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക. നോക്കൂ, നേരത്തെ പറഞ്ഞ ആശയത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതാണ്. സോ അൺടച്ചബിലിറ്റി ഇല്ലാണ്ടാക്കുക, ഒരു കമ്മ്യൂണൽ യൂണിറ്റി ഉണ്ടാക്കുക, ബിൽഡിംഗ് കമ്മ്യൂണൽ യൂണിറ്റി, അല്ലെ, എല്ലാവരും ചേർന്ന് ഒരു ഭൂമിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെയും വികസനവും എല്ലാവരുടെയും സുരക്ഷിതത്വവും എല്ലാവരുടെയും വളർച്ചയുമാണ് അവരെന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഒരാൾ മാത്രമോ, ഒരു കുടുംബം മാത്രമോ, ഒരു ജാതി മാത്രമോ വളരില്ല. ഈ അടുത്ത് പോലും ഞാൻ ബീഹാറിൽ നിന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ വളരെ ഫേമസ് ആണ്, അയാൾ എല്ലാവരുടെ അടുത്തും പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതായത് ഒരു ഗ്രാമത്തിലെ അവര് വളരെ താഴെത്തട്ടുള്ള ആളുകളാണ്. അത് സാമൂഹികപരമായി കണക്കാക്കുമ്പോൾ താഴെത്തട്ടിൽ എന്ന് കണക്കാക്കപ്പെടുന്ന ആളുകൾ, അല്ലാണ്ട് ആരും താഴെ മുകളിലൊന്നുമല്ല, താഴെത്തട്ടുള്ള ഒരു കൂട്ടരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഡിവിഷൻസ് ആണ്. അതിൽ ഒരു കൂട്ടരുടെ ചമർന്നോ എന്തൊരു പേര് പറഞ്ഞിരുന്നു, എനിക്ക് പേരും പെട്ടെന്ന് മാർക്കിട്ട് ബ്ലാങ്ക് ആയിപ്പോ. ഞാൻ കഥ തുടങ്ങിയപ്പോൾ എന്റെ ബാക്കി അവരുടെ പേരുകളൊക്കെ ബ്ലാങ്ക് ആയിപ്പോ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതായത് അതിലൊരു കൂട്ടര് വെള്ളം എടുക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല. അതായത് അവരുടെ വാട്ടർ പമ്പ് ഉണ്ട്, ഇങ്ങനെ പമ്പ് ചെയ്യേണ്ട ഇതുണ്ട്, ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ പമ്പ് വെള്ളം കൊണ്ടുവരില്ലേ, ആ പമ്പിൽ പോയിട്ട് വെള്ളം എടുക്കാൻ ഇയാൾക്ക് പറ്റില്ല. ഒരു പയ്യനാണ്, അവൻ വല്ലപ്പോഴും അവൻ ആഹാരം കിട്ടാറുള്ളൂ, പണിയൊന്നുമില്ല അവന്. എന്നിട്ട് അവൻ ആരുടെ പോയി വെള്ളം ചോദിക്കും. അപ്പൊ അവർക്ക് ആരെങ്കിലും വെള്ളം അവരാരെങ്കിലും വേറൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കും. അങ്ങനെയാണ് അവന് വെള്ളം കുടിക്കാൻ കിട്ടും. അല്ലാണ്ട് ഇവൻ പോയിട്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താൽ വലിയ പ്രശ്നമാകും, അവിടെ ഭയങ്കര ബഹളമാകും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകും? തല്ലും പ്രശ്നങ്ങളാകും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ ജാതി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇന്നും എവിടെയുണ്ട്? ബീഹാറിലെ പലയിടങ്ങളിലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഒഴിവാക്കി ഒരു കമ്മ്യൂണൽ യൂണിറ്റി ഉണ്ടാക്കാനാണ് അന്ന് എന്ത് ചെയ്തത്? ഇത്തരം പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓൾസോ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, women education, development of khadi and cottage industries, establishment of trade unions, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൗസ് എന്ന് പറയുമ്പോൾ പശുക്കളാണ് അന്നും ഇന്നും ഇന്നും എന്താണ് എക്കണോമിക്കലി ഫൈനാൻഷ്യലി ഒരു കുടുംബത്തിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നും ആ ഭാഗങ്ങളിൽ മുഴുവൻ എന്താണ്? പശുക്കളാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ പശുക്കളുടെ ഈ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ആ കൊടുക്കുന്ന ആ സുരക്ഷിതത്വമാണ് പശുവിനെ പിന്നീട് വലിയൊരു എന്താ പറയുക ഒരു ഹോളി കൗ എന്ന് നമ്മൾ പറയില്ലേ, ഒരു പുണ്യ എന്താ പറയുക, പുണ്യമാണ്, പശുവിനെ സംരക്ഷിക്കുന്ന പുണ്യമാണ് എന്ന തലത്തിൽ അവിടെ അത് വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം എടുത്തിട്ടുണ്ടായിട്ടുള്ള രീതിയാണ് അവിടെ. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് പലപ്പോഴും അതിന്റെ പിന്നിൽ സാമ്പത്തികപരമായിട്ടുള്ള തലം കൂടിയുണ്ട്. ഞാൻ ഇതിൽ മുഴുവൻ സാമ്പത്തികം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, സാമ്പത്തികമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യം അല്ലാണ്ട് വേറെ ഒന്നുമില്ല പല കാര്യങ്ങളിലുള്ളിലും. എക്കണോമി, ഫൈനാൻഷ്യൽ തലം, നിങ്ങൾക്ക് ഏതൊരു സമൂഹത്തിൽ ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ചരട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് അവസാനം നിങ്ങൾക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? ആ കാലഘട്ടത്തിലെ ഫൈനാൻഷ്യൽ സാധനം. ഓരോ കാലഘട്ടത്തിൽ ഓരോന്നായിരുന്നല്ലോ. ഒരു കാലത്ത് ലാൻഡ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ലാൻഡ് ഉള്ള ആളായിരുന്നു എല്ലാത്തിന്റെ ആള്, അല്ലെ, ലാൻഡ് ഉള്ള ആൾക്കാണ് എല്ലാം ഉള്ളത്. പിന്നീട് എന്ത് ചെയ്തു? അത് ക്യാപിറ്റലിസ്റ്റുകൾ എന്ത് ചെയ്തു? കടന്നു, അല്ലെ, കച്ചവടമായി മാറി. പിന്നീട് ഒരു സമയത്ത് എന്തായി മാറി? അത് ഓയിലായിട്ട് മാറി. ഓയിൽ കൈയുള്ളവനായി സുപ്രീം എന്ന തലത്തിലേക്ക് മാറി. ഇപ്പോൾ എന്താകുന്നുണ്ട്? ഇപ്പൊ ഡേറ്റയാണ് പുതിയ ഓയിൽ എന്ന് പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ഓരോ കാലത്തും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ബേസിക് ആയിട്ട് അണ്ടർലൈയിങ് ആയിട്ടുള്ള എന്താ പറയുക വസ്തു മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും എന്താണ്? സമൂഹത്തിൽ പണം സൃഷ്ടിക്കുന്ന കാര്യം എന്തോ അതുള്ളവനാണ് എന്തെന്ന് പറയുന്നത് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ എല്ലാത്തിനെയും നമുക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും?
സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കൂ, ജയപ്രകാശ് നാരായണന്റെ വരവാണ്. ജയപ്രകാശ് നാരായണൻ ഒരു നോൺ വയലന്റ് ഗാന്ധിയൻ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. നമ്മളുടെ ഈ സർവോദയ കോൺഫറൻസ്, 6ാമത്തെ സർവോദയ കോൺഫറൻസ് ബോധ്ഗയയിലാണ് നടക്കുന്നത് 1954. ഇതോട് കൂടിയിട്ട് ജയപ്രകാശ് നാരായണൻ എന്ത് ചെയ്യുക, അദ്ദേഹം അംഗമായിട്ടുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ജീവൻ ദാൻ എന്ന് പറയുന്നത്, നമ്മൾ കുറെ എന്താ പറയുക, സമ്പത്തിദാൻ, ശ്രമദാൻ, ഗ്രാമദാൻ, ഭൂദാൻ എന്നൊക്കെ പറയില്ല, അതുപോലെ എന്താണ് ജീവിതം, തന്റെ എന്താണ് ലൈഫ് തന്നെ എന്താണ് ഇതിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു രീതി അദ്ദേഹത്തിന് ഒരു ട്രഡീഷണൽ സോഷ്യലിസ്റ്റ് മെത്തേഡായിട്ടാണ് അദ്ദേഹം തോന്നിയത്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ അല്ല എന്ത് ചെയ്യുന്നത് ശരിക്കുള്ള സോഷ്യലിസം വരിക, ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂകളെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്, സർവോദയ മെത്തേഡാണ് എന്ന് ജയപ്രകാശ് നാരായണന് തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അദ്ദേഹം നോക്കുന്ന സമയത്ത് എന്താണ്, സെൽഫ് ഗവൺമെന്റ്, സെൽഫ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മുന്നിട്ടുകൊണ്ടാണ് സർവോദയം മുന്നോട്ട് പോകുന്നത്, അല്ലെ? അതോറിറ്റിയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എക്കണോമിയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തെ എന്തിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ്, സർവോദയ എന്ന് പറയുന്ന ആശയത്തിലേക്ക് അട്രാക്ട് ചെയ്യുകയും ഈ ആശയങ്ങൾ അദ്ദേഹം എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പാർട്ടി ലെസ് പൊളിറ്റിക്സ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത്, അവരവരുടെ ആ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ജനങ്ങളുടെ നിലനിൽപ്പിനല്ല. ആ പാർട്ടിയുടെ നിലനിൽപ്പിനുള്ള കാര്യങ്ങളെ അവർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ജനങ്ങളെ അവർ മറന്നു പോവുകയാണെന്ന് പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് ആരായിരുന്നു, ഗാന്ധി ആയിരുന്നു, അല്ലെ? പക്ഷെ പട്ടേലും നെഹ്റുവും ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, അതിന്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, രാജ്യത്തിനെ മുന്നോട്ടും കൊണ്ടുപോകേണ്ടതുണ്ട്, അതിന് പാർട്ടി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടേണ്ട ആവശ്യമില്ല എന്നാണ് ആര് പറഞ്ഞത്, അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോ ആ സമയത്ത് തന്നെയുള്ള ഗാന്ധിയുടെ അതേ ഒരു തലമാണ് ആരും പറയുന്നത്, ജയപ്രകാശ് നാരായണൻ ഇവിടെ പറയുന്നത്, പാർട്ടി ലെസ് പൊളിറ്റിക്സ് മതി, ജനങ്ങൾക്ക് അധികാരമുള്ള പീപ്പിൾസ് സോഷ്യലിസം ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വരേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സമയമായ സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മാറി തുടങ്ങുകയാണ്, അല്ലെ? 1967 ഇലക്ഷൻ നടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 1967 ഇലക്ഷനിൽ ജയപ്രകാശ് നാരായണൻ എന്താണ് പറയുന്നത് അറിയ കൂട്ടുകാർക്ക്, കോൺഗ്രസ് ഷുഡ് ഫെയിൽ ഇൻ സർട്ടൺ പ്ലേസസ്. കോൺഗ്രസിന് എന്ത് ചെയ്യണം, സീറ്റുകൾ കുറയണം. കാരണം അതുവരെ കോൺഗ്രസ് ആണ് എല്ലാം, അല്ലെ? കോൺഗ്രസ് പറയുന്ന പോലെയാണ്, കോൺഗ്രസ് ആണ് മൊത്തമുള്ളത് അവിടെ. കോൺഗ്രസ് ഷുഡ് ലോസ് ഇൻ സം സീറ്റ്സ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ആയിട്ട് പറയുന്നുണ്ട്. and ഇത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഒരു ടോട്ടൽ റെവല്യൂഷൻ എന്ന തലത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് എപ്പോഴാണ്, അടിയന്തരാവസ്ഥയുടെ തൊട്ട് മുമ്പാണ്, അല്ലെ? അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പ് എല്ലാ കാര്യങ്ങൾക്കെതിരായിട്ടും അദ്ദേഹം എന്താണ് പ്രതികരിക്കുകയാണ്, ഇന്ദിരാഗാന്ധിയുടെ രീതികൾക്കെതിരെ പ്രതികരിക്കുകയാണ്. ഈവൻ പോലീസിനോടും സൈന്യത്തിനോടും എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ ഇതുപോലെ ഒരാളെ പിന്തുടരരുത് എന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ സപ്പോർട്ടായിട്ട് ബാക്കി അതിന്റെ ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. അദ്ദേഹം എന്താണ്, ഇപ്പൊ അണ്ണാ ഹസാരയുടെ സമരം നമ്മൾ പറയാറില്ല, അണ്ണാ ഹസാരെ എന്തായിരിക്കും, അണ്ണാ ഹസാരെ എന്നുള്ള ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല, അല്ലെ? അതുപോലെ തന്നെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ചുറ്റും പക്ഷേ ഒരുപാട് ആൾ, ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരുപാട് പാർട്ടികൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിനൊപ്പം ചുറ്റുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളിൽ പല ആളുകൾക്കും ചിലപ്പോൾ അന്ന് ആരൊക്കെയായിരുന്നു കോൺഗ്രസിനെ എതിർക്കാനെന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് തമ്മിൽ കണ്ടാൽ കടിച്ചു കയറുന്ന പാർട്ടികളൊക്കെ അന്ന് കോൺഗ്രസിനെതിരെ ഒറ്റക്കെട്ടായിരുന്നു. ഇന്ന് BJPക്കെതിരെ ഒരുപാട് പേര് ഒറ്റക്കെട്ടല്ലേ, അതുപോലെ അന്ന് കോൺഗ്രസിനെതിരെ ഒരുപാട് പേര് ഒറ്റക്കെട്ടായിരുന്നു. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ്, ഇതേ കാരണം കൊണ്ടാണ് JP പറഞ്ഞത് പാർട്ടി ലെസ് പൊളിറ്റിക്സും വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് നടക്കില്ല, ഐഡിയലിസ്റ്റ് ഒരു ചിന്തയാണത്. അപ്പോൾ എന്തായിരുന്നു, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, JPയുടെ കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹം പോലീസിനോടും ആർമിയോടും കൂടി ഈ രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ വസതി എന്താണ്, അതിനെ ചുറ്റും വളഞ്ഞിട്ട് അവരെന്ത് ചെയ്യുകയാണ്, സമരം ചെയ്യാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം വന്ന ഉടനെ ഇന്ദിരാഗാന്ധി നേരെ ആരുടെ അടുത്തേക്ക് പോയി, ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അടുത്തേക്ക് പോയി. അവസാനം 25 ജൂൺ 1975 രാജ്യം മുഴുവൻ റേഡിയോയിലൂടെ എന്ത് കേട്ടു, രാജ്യം ഇന്റേണൽ എമർജൻസിയുടെ അടിയിലാണ് എന്ന് കേൾക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് അവസാനിക്കുന്നത്. മനസ്സിലായോ? ഇത് കൂട്ടുകാരപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മുടെ സർവോദയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ സാമൂഹിക വികസന പദ്ധതി? ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയായിരുന്നു. അതായത് ഇത് സിംപ്ലി എന്താണ്, അഗ്രികൾച്ചർ മാത്രം വികസിപ്പിക്കുക എന്ന ഉദ്ദേശമില്ല. അഗ്രികൾച്ചറിൽ ഒരുപാട് എന്താണ് ഇൻവെസ്റ്റ്മെന്റും കോൺസെൻട്രേഷൻ നടത്തുന്നുണ്ട്. അഗ്രികൾച്ചർ മാത്രമാണോ? അല്ല, എഡ്യൂക്കേഷൻ ഉണ്ട്, അതിൽ ഹെൽത്ത് ഉണ്ട്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിവിധോദ്ദേശപരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സാമൂഹിക വികസന പദ്ധതി അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP എന്നാണ് ഇതിനെ ചുരുക്കി പറയാറുള്ളത്.
1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഒരു ദിവസത്തിലാണ് ഗാന്ധിജിയുടെ സ്വപ്നം ഗാന്ധിജിയുടെ സ്വപ്നമാണെന്ത്, ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവുള്ളത് എന്നുള്ളത്. അപ്പൊ ആ ഒരു തലത്തിൽ എന്താണ് ഇതിനെ വികസിപ്പിച്ചെടുക്കുക എന്ന രീതിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ത് ചെയ്യുകയാണ്, അത് ഇറക്കുന്നത്, അത് കൊണ്ടുവരുന്നത് ഒരു ഗാന്ധി ജയന്തി ദിവസത്തിലാണ്. മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുക, പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു വികസനം സാധ്യമാവുക എന്നിവയൊക്കെയായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? പ്രാദേശിക വിഭവങ്ങൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? കാരണം പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രാദേശിക വിഭവങ്ങൾ വാങ്ങിക്കൊണ്ട് വികസനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് ഇൻകം കിട്ടുന്നത്, അല്ലെ? മാനവ വിഭവശേഷി, നമ്മൾ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോ സ്കിൽ ഡെവലപ്മെന്റ് എന്തായിരുന്നു ഇതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നു. അതാണ് വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ എല്ലാ വിഭാഗങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറെ തലങ്ങൾ പറഞ്ഞില്ലേ, ആ തലങ്ങളിൽ എല്ലാവിടേക്കും വളർച്ച എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ ആരുദ്ദേശിച്ചത്, ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് 55 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിലൂടെ, അതായത് ഈ പ്രൊജക്ടുകൾ എന്ന് വെച്ചാൽ 55 ഏരിയകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ 57 ഗ്രാമങ്ങളോ ഗ്രാമീണ മേഖലകൾ തിരഞ്ഞെടുത്തെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ 27,338 വില്ലേജുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 16.7 മില്യൺ ആളുകളെ ബാധിക്കുന്ന രീതിയിൽ, അത്രയും ആളുകളെ ഡയറക്ട്ലി അപ്പോൾ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ പ്രൊജക്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്തായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം? there should be democratic institutions at the grassroots levels of the country. അതായത് ഏറ്റവും താഴെ തട്ടില് ജനാധിപത്യപരമായിട്ടുള്ള, ഇന്ന് നമ്മൾ പഞ്ചായത്തുകളൊക്കെ കാണുന്നില്ലേ കൂട്ടുകാരെ? പഞ്ചായത്ത് രാജിലൂടെ വന്നിട്ടുള്ള പഞ്ചായത്തുകൾ, ഗ്രാമസഭകൾ ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ആ തലത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു സാമൂഹിക വികസന പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തിലേക്ക് നയിക്കും? പ്രാദേശികമായിട്ട് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണം അവിടെ വരേണ്ടതുണ്ട്. ഒരു പ്രാദേശികമായിട്ടുള്ള ജനാധിപത്യ സംവിധാനം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. അപ്പൊ അധികാരം എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്? വികേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള അധികാര സംവിധാനം വരേണ്ടതുണ്ട് എന്ന് എന്ത് തീരുമാനിക്കുകയാണ്? സാമൂഹിക വികസന പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക ജീവിത ഗുണനിലവാരം വർദ്ധിക്കണം. എന്താണ് ഭൗതിക ജീവിത ഗുണനിലവാരം? എല്ലാം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ ഹൗസിങ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇപ്പോൾ റോഡുകളാണെന്നുണ്ടെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ സാനിറ്റേഷൻ, നല്ല വെള്ളം ലഭിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ എല്ലാ തരത്തിലും ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലും, മനസ്സിലാവുന്നല്ലോ, ഫിസിക്കലി നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലുള്ള വളർച്ച എല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ചെയ്യുകയാണ്, തീരുമാനിക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈവൻ DPSP എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അല്ലെ? DPSP വ്യക്തമായി പറയുന്നുണ്ട്, there should be, state should make efforts to improve the life of SC, ST and weaker sections of the society എന്ന് നമ്മളുടെ DPSP തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ വ്യക്തമായിട്ട് പറയുന്ന DPSP നടപ്പിലാക്കുക എന്നതുകൂടി എന്തിന്റെ ഉദ്ദേശമായിരുന്നു? ഇതിന്റെ ഉദ്ദേശമായിരുന്നു. സോ DPSP ഏതാണ് എന്ന് എന്ത് ചെയ്യുക, കൂട്ടുകാര് ഇതിന്റെ അടിയിലൊന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലെ? ഏത് DPSP ആണ്? അത് നിങ്ങൾക്ക് തരുന്ന ഒരു ജോലിയാണ്. അതായത് DPSPs എപ്പോഴും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെ? സ്റ്റേറ്റ് എന്തൊക്കെ പോളിസികൾ ഉണ്ടാക്കുന്ന സമയത്തും ഏതൊക്കെ പ്രിൻസിപ്പിളുകളാണ് അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, അവരുടെ ചിന്തയെ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെ? അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അത് ഏത് ആർട്ടിക്കിൾ ആണ് എന്ന് കൂട്ടുകാർ പറയാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കാനായിട്ട് ഒന്ന് വായിച്ച് കണ്ടുപിടിക്കുക ഈ DPSP ഏതാണ് എന്ന്. അടുത്ത നോക്കൂ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എഗെയിൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇൻക്ലൂസീവ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറഞ്ഞു. എന്തുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം കൊണ്ടുവരേണ്ടത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ത് ചെയ്യുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഇങ്ങനെ പോകുന്ന ഈ പ്രൊജക്റ്റിൽ പല പല ആളുകൾ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഒരു കൃഷിയുടെ, മൃഗപരിപാലനത്തിന് വേണ്ടിയിട്ട്, വ്യവസായത്തിന്റെ വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ, ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെയൊക്കെ എന്തായിരുന്നു, ഒരു വലിയ നല്ല ഓർഗനൈസേഷൻ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ടായിരുന്നു? ഓർഗനൈസേഷൻ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. വില്ലേജുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ താഴെ തട്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു VLW എന്ന് പറയും. ആരാ VLW? VLW എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വില്ലേജ് ലെവൽ വർക്കർ ഉണ്ടാകും. ആരാണ്? വില്ലേജ് ലെവൽ വർക്കർ. വില്ലേജ് ലെവൽ വർക്കർ ഉണ്ടാവും. ഈ വില്ലേജ് ലെവൽ വർക്കർ ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നത്, അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ഇതൊക്കെ ആരാണ്? ഈ വില്ലേജ് ലെവൽ വർക്കർ ആയിരിക്കും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അതായത് മുകൾ തട്ടുകളിൽ നിന്നും ഗ്രാമീണർക്കും വില്ലേജിലെ ആളുകൾക്കും വില്ലേജിന്റെയും മുകളിൽ നിന്നുള്ള പാനുകളുടെയും ഇടയിൽ നിൽക്കുന്ന ആള് ആരാണ്? ഈ വില്ലേജ് ലെവൽ വർക്കറാണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇനി ഈ വില്ലേജ് ലെവൽ വർക്കറിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആരാണറിയോ? BDO. BDO നിങ്ങൾക്ക് ഇപ്പോഴും അറിയാലോ, പേരറിയാലോ. ആരാണ്? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. മനസ്സിലാവുന്നുണ്ടോ? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ഈ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആണ് എന്ത് ചെയ്യുന്നത്? ആ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ബ്ലോക്കിന്റെ, മനസ്സിലാവുന്നുണ്ടോ, ആ താഴെയുള്ള ബ്ലോക്കിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ആരാണ്? ഈ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആയിരിക്കും. അതിന്റെ പ്ലാനിങ്, അതിന്റെ നടത്തിപ്പ്, ഇതൊക്കെ ഈ BDO ആയിരിക്കും. അതിന്റെ മുകളിൽ ആരുണ്ട്? അതിന്റെ മുകളിൽ ആര് കിടക്കുന്നുണ്ട്? DDO. ആരാണ്? ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ ജില്ലാ വികസന ഓഫീസർ ഉണ്ടാകും. അപ്പൊ ആ ജില്ലയിൽ കുറെ ബ്ലോക്കുകൾ ഉണ്ടാവും. ഈ ബ്ലോക്കുകൾ എല്ലാം കൂടി ചേർത്തൊരു ജില്ലയിലെ വികസനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ. അതിന്റെ മുകളിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെ മുകളിലാണ് സെൻട്രൽ ഗവൺമെന്റ് വരുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹയർ ആർക്കി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഹയർ ആർക്കിയുടെ വർക്കിംഗ് കൂട്ടുകാരെന്ന് ചെയ്യുക, ഇങ്ങനെ ആയിരുന്നു എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി 1959 വരെയാണ് ഏതാണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. പിന്നീട് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ത് ചെയ്യും? ഇതിലേക്ക് ചേരും, ഒന്നിച്ചു പോവുകയാണ്. ഇത് എന്ത് ചെയ്യുകയാണ്? 1959 പഞ്ചായത്തി രാജിന്റെ രീതികൾ വരികയാണ്. ഈ സമയത്തോട് കൂടിയിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന്റെ രീതികളെല്ലാം കൂടിയിട്ടുള്ള കമ്പൈൻഡ് പ്രോഗ്രാം വിഡ്രോ ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് 1959 രാജസ്ഥാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ചായത്ത് രാജിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അല്ലെ? ഈ സമയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ ഒരു രീതി മാറിയിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ഇനി എന്ത് നടന്നോട്ടെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, നമ്മളതൊക്കെ പഠിക്കും, എന്നാലും പറയണം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയൊക്കെ ഈ സമയത്താണ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത് അല്ലെ? തുടർന്നാണ് പഞ്ചായത്ത് രാജിന്റെ എന്താ പറയുക കാര്യങ്ങൾ വരുന്നത്. തുടർന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് ചെയ്യുകയാണ്, അവസാനിക്കുകയും ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഉദ്ദേശങ്ങളെന്ന് ഞാൻ അഗെയിൻ പറയുകയാണ്. അഗ്രികൾച്ചറൽ ഇറിഗേഷൻ മേഖലകൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഹാഫ് ഓഫ് ദ കൾട്ടിവേബിൾ ലാൻഡ് എങ്കിലും ഇറിഗേറ്റഡ് ആക്കണം എന്നുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു ഉദ്ദേശമായിരുന്നു. അതായത് ഇപ്പോ 10 ഏക്കർ ഭൂമിയുണ്ട് കൾട്ടിവേബിൾ എന്നുണ്ടെങ്കിൽ 5 ഏക്കർ എങ്കിലും എന്ത് ചെയ്യണം? ഇറിഗേഷന്റെ അടിയിൽ കൊണ്ടുവരണം. മനസ്സിലാവുണ്ടോ? നമ്മളുടെ രാജ്യത്തെ പലയിടങ്ങളിലും എന്താണ്? ഇറിഗേറ്റഡ് അല്ല അല്ലെ? മൺസൂണിന്റെ സമയത്ത് മാത്രം കിട്ടുന്ന മഴയിൽ മാത്രം ഒരു കൃഷി നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ഭൂമി എന്താണ്? നല്ലതാണ്. അവിടെ കനാലുകളിലൂടെ വെള്ളം എത്തിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പകുതി കൃഷിഭൂമിയെങ്കിലും, ഹാഫ് ഓഫ് ദ കൾട്ടിവേബിൾ ലാൻഡ് എങ്കിലും ഇറിഗേറ്റഡ് ആക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു. ഇനി കമ്മ്യൂണിക്കേഷൻ. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രി സൈഡ് റോഡ് സിസ്റ്റം സ്ട്രോങ് ആക്കണം. എന്ത് ചെയ്യണം? കൺട്രി സൈഡ് റോഡ് സിസ്റ്റം. പ്രധാന എന്താ പറയുക, ഒരു റോഡ് അപ്പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടാവും, കൺട്രി സൈഡ് ഇവിടെ ആയിരിക്കും. ഇതിലേക്ക് എന്ത് ചെയ്യണം? റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കണം. ഇനി ഇതിന്ന് എന്താണ്? പല സ്ഥലങ്ങളിലേക്കും എന്ത് ചെയ്യും? റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കും. ഇതായിരിക്കും ഇവിടുത്തെ എന്താ പറയുന്ന ഗ്രാമം, വീടുകൾ കുറേയൊക്കെ ഉണ്ടാകും അല്ലെ? ഇവിടെ ഉണ്ടാകും. ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു മോർ ദാൻ ഹാഫ് എ കിലോമീറ്റർ, ഒരു ഹാഫ് എ കിലോമീറ്റർ അപ്പുറത്തെങ്കിലും എന്ത് വേണം? ഒരു ഗ്രാമീണ റോഡ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു 1/2 കിലോമീറ്ററിൽ കൂടുതൽ എന്ത് ചെയ്യരുത്? പോകേണ്ടി വരരുത്. ഒരു റോഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ റോഡ് പിന്നീട് കണക്ട് ചെയ്ത് വലിയ റോഡിലേക്ക് എത്തുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉദ്ദേശം എന്തുണ്ടായിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന തലത്തിൽ കൺട്രി സൈഡ് റോഡ് സിസ്റ്റം വർദ്ധിപ്പിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ സമഗ്രമായ ഒരു എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ചത്. വെറുതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിടുകയല്ല. സോഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ അഡൾട്ട്സ് അതിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? റിമൂവൽ ഓഫ് സോഷ്യൽ ഇവിൾസ്. സ്കൂളുകൾ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറുതെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം എന്ന തലം മാത്രമല്ല, പകരം എന്താണ്? സാമൂഹികപരമായിട്ട് നിലനിൽക്കുന്ന അനാചാരങ്ങളും മറ്റും എന്തൊക്കെ തെറ്റാണ്, എന്തൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇവയുടെ എക്സ്പാൻഷൻ, കൂടുതൽ ആളുകളിലേക്ക് പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നതും വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഹെൽത്ത് ആൻഡ് സാനിറ്റേഷന്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 PH, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എങ്കിലും ഒരു ഡെവലപ്മെന്റ് ബ്ലോക്കിൽ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എങ്കിലും എല്ലാ ഡെവലപ്മെന്റ് ബ്ലോക്കിലും ഉണ്ടായിരിക്കണം. ഓൾസോ ബ്ലോക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സെക്കൻഡറി ഹെൽത്ത് യൂണിറ്റ് വേണം. അതായത് PHCയുടെ ഹയർ തലത്തിലുള്ള ഒരു സെക്കൻഡറി ഹെൽത്ത് യൂണിറ്റ് എവിടെ വേണം? ബ്ലോക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ വേണം. ഇനി ഈ സെക്കൻഡറി ഹെൽത്ത് യൂണിറ്റിലേക്ക് എന്ത് വേണം? എന്താ പറയുക, ഈ ഫാർമസി, അത്തരം സൗകര്യങ്ങൾ, ഒരു എന്താ പറയുക, ഒരു വണ്ടി, ഒരു വെഹിക്കിൾ വേണം, ഒരു ആംബുലൻസ് പോലെ. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് എന്തുണ്ടായിരുന്നു? സെക്കൻഡറി ഹെൽത്ത് യൂണിറ്റിൽ വേണം എന്ന് കൂടി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു.
മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് നോക്കുകയാണെങ്കിലോ, ദർ ഷുഡ് ബി പ്രോപ്പർ വാട്ടർ സപ്ലൈ, കൺട്രോൾ ഓഫ് എപ്പിഡമിക്സ് ലൈക്ക് മലേറിയ പോലത്തെ, കൊളറ പോലത്തെ എപ്പിഡമിക്സ് വരികയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തല്, വില്ലേജേഴ്സിനെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക പബ്ലിക് ഹൈജീനിൽ. പബ്ലിക് ഹൈജീൻ വാസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് പബ്ലിക് ഹൈജീൻ ഇല്ലാത്തത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യകരമായ പ്രശ്നം ഉണ്ടായാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് നടക്കില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അസുഖങ്ങൾ കാരണം എത്രയോ കുട്ടികളും എത്രയോ ആളുകളും പണിയെടുക്കാൻ കഴിയാണ്ടെയും വിദ്യാഭ്യാസം നേടാൻ കഴിയാണ്ടെയും പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് പബ്ലിക് ഹൈജീൻ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? മലമൂത്ര വിസർജനം പബ്ലിക്കായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൻ എന്താ പറയുക, ചവച്ച് അവിടെ ഇവിടെ തുപ്പിയിട്ട് പോവുക, ഈ രീതിയിൽ എന്താണ് ഭയങ്കര. ഇപ്പൊ ഈ അടുത്ത് പോലും ഞാൻ പുറത്ത് ഏതോ രാജ്യത്ത്, എവിടെയാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, UK ജർമ്മനിയിലോ എവിടെ ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അത് ഗുജറാത്തിയിലോ അതോ ഏതോ ഒരു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഗുജറാത്തിയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഗ്രൂപ്പിൽ ചർച്ച നടന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരാൾ അത് എന്തോ ഗൂഗിൾ ഫോൺ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് ഗുജറാത്തിയാണ് ഈ ഭാഷ എന്ന് പറഞ്ഞത്. അത് മുകളിലൊരു ഇന്ത്യൻ ഭാഷ, ഇന്ത്യയിലോ ഏതോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ, അന്ന് ഞാൻ പാകിസ്ഥാനോ ഇന്ത്യയോ ബംഗ്ലാദേശ് ഏത് വേണമെങ്കിൽ ആവാം, ഏതൊരു ഭാഷയിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്, താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണം അറിയോ കൂട്ടുകാർക്ക്? ഒരു ബോർഡ് വെച്ചിട്ട് പാൻ ചവച്ച് നിലത്ത് പബ്ലിക്കിൽ തുപ്പുന്നത് എത്രയോ യൂറോന്റെ എന്തോ എന്താ പറയുക പിഴ ശിക്ഷ കിട്ടുമെന്ന്. അത് യൂറോപ്പിൽ വെച്ചിരിക്കുന്ന ബോർഡാണ്. ഇവിടുത്തെ നമ്മളുടെ ആൾക്കാർ അവിടെ പോയിട്ട് അവിടെ ഓടി നടന്നിട്ട് പാൻ തുപ്പിയിട്ട് അവിടെ അതൊരു പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹൈജീൻ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പ്ലാനിൽ പറഞ്ഞിരുന്നു. ഓൾസോ ടു റെഡ്യൂസ് ദ കൺജസ്റ്റൻ ഇൻ ദ വില്ലേജസ്, അത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക. വീടുകൾ കെട്ടുമ്പോൾ വ്യക്തമായി പ്ലാൻ ചെയ്യുക. പാർക്കുകളും ഓപ്പൺ പാർക്കുകളും പ്ലേ ഗ്രൗണ്ടുകളും ഉണ്ടാക്കുക. ഈ കൺജഷൻ ഫീൽ എന്ത് ചെയ്യുക, ഇല്ലാണ്ടാക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? ഇനി ഈ പ്രോഗ്രാമുകൾ വെറുതെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വിട്ടാൽ മതിയോ? ഇത് മുഴുവൻ ഇവാലുവേഷൻ നടത്തണം. സോ പ്ലാനിംഗ് കമ്മീഷന്റെ അടിയിൽ ഒരു പ്രോഗ്രാംസ് ഇവാലുവേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഇവരാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, കൃത്യമായി ഈ പ്രൊജക്ടുകളെ നോക്കിക്കാണുന്നുണ്ടായിരുന്നത്. ഓൺഗോയിങ് പ്രൊജക്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള അപ്രൈസൽ കൊടുക്കുക, എന്താണ് നോക്കുക, എങ്ങനെ പോകുന്നു, നന്നായി പോകുന്നുണ്ടോ, എന്തൊക്കെ ശ്രദ്ധിക്കണം, വ്യക്തമായിട്ട് ഇടപെടുക. ആൻഡ് ഐഡന്റിഫൈ ദ പ്രൊജക്ട്സ് വിച്ച് മേഡ് സക്സസ്ഫുൾ സ്റ്റോറീസ്. സക്സസ്ഫുൾ ആയിട്ടുള്ള എന്താ പറയുക പ്രൊജക്ടുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പിക്ക് ഔട്ട് ചെയ്യുക. ആ സക്സസ്ഫുൾ സ്റ്റോറി എന്ത് ചെയ്യുക, പലയിടങ്ങളിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പ്ലഗിങ് ദ പ്രോഗ്രാംസ് വിച്ച് ആർ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ബൈ ദ പീപ്പിൾ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വേർതിരിക്കുക, രണ്ട് ലിസ്റ്റായി എടുക്കുക. ഏതൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഏതൊക്കെയാണ് ജനങ്ങൾ വേണ്ടെന്ന് വെച്ച പ്രോഗ്രാമുകൾ. വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കുക. തിരുത്തിയിട്ട് എഗെയിൻ ഇംപ്ലിമെന്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ശരിയാക്കുക. ഇല്ല, സാമ്പത്തികമായിട്ടും മറ്റും നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രൊജക്ട് ഉപേക്ഷിക്കുക, പുതിയ പ്രൊജക്ട് കൊണ്ടുവരിക. പ്രൊവൈഡിങ് എക്സ്പ്ലനേഷൻ ഫോർ ദ റെസ്പോൺസ് ഗിവൺ ബൈ ദ പീപ്പിൾ ടു ദ പ്രൊജക്ട്സ് വിച്ച് ആർ ഇംപ്ലിമെന്റഡ്. അതായത് എന്ത് റെസ്പോൺസ് വന്നു എന്ന കാര്യം, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്ത് റെസ്പോൺസ് ജനങ്ങളിലേക്ക് വന്നു എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് ജനങ്ങൾ എന്തുകൊണ്ട് ചിലത് സ്വീകരിച്ചു, എന്തുകൊണ്ട് ചിലത് തള്ളി എന്നതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷന്റെ എന്തുണ്ടായിരുന്നത്, പണി ഉണ്ടായിരുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി എന്തൊക്കെയായിരുന്നു ക്രിറ്റിസിസങ്ങൾ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒരു വലിയ സക്സസ് സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നാറില്ല. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അത്ര നല്ല രീതിയിൽ എന്താണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ സാധിച്ചെടുത്തു എന്ന് തോന്നുന്നു. അത് ലോകത്തിൽ തന്നെ ഹോൾ വേൾഡ് എടുക്കുകയാണെങ്കിൽ ഹോൾ വേൾഡ് ലെവലിൽ ഇത്രയും വലിയൊരു റൂറൽ ഡെവലപ്മെന്റ് തലത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ പ്രോഗ്രാം പതുക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇറ്റ് ഗോട്ട് ഹൈലി ബ്യൂറോക്രാറ്റൈസ്ഡ്. ഒരു ടോപ്പ് ഡൗൺ സിസ്റ്റം ആയിട്ട് മാറി. അതായത് ഉദ്ദേശം എന്തായിരുന്നു, ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുക, അല്ലെ, കമ്മ്യൂണിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അവര് ചർച്ച ചെയ്ത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു പദ്ധതി തയ്യാറാക്കുക എന്നതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അതെന്തായി മാറി, ഇറ്റ് ബിക്കെയിം ഹൈലി ബ്യൂറോക്രാറ്റൈസ്ഡ്. അതായത് മുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കും, അവരെന്ത് ചെയ്യും, അവർ താഴത്തേക്ക് നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെ ഒരു ടോപ്പ് ഡൗൺ സിസ്റ്റം ആയിട്ടത് മാറി. അത് അതിന്റെ എഫിഷ്യൻസിയെ ബാധിച്ചു. കാരണം എന്താണ്, ഗ്രൗണ്ട് ലെവലിൽ അറിയണം, ഗ്രാസ് റൂട്ട് ലെവൽ നീഡ്സ്, ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നത് ഇറ്റ് നെവർ റിഫ്ലക്റ്റഡ് ഇൻ ദ പ്ലാൻസ്. മുകളിൽ നിന്ന് ഹൈലി ബ്യൂറോക്രാറ്റൈസ്ഡ് ആയിട്ട് ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് ചുമ്മാ അവിടെ ഇരുന്നുണ്ടാക്കുന്ന പ്ലാനുകൾ ആയതുകൊണ്ട് തന്നെ, ഒരു ടോപ്പ് ഡൗൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ജനങ്ങളുടെ നീഡുകൾ എന്നത് എവിടെ റിഫ്ലക്ട് ചെയ്തില്ല, പ്ലാനുകളിൽ റിഫ്ലക്ട് ചെയ്തില്ല. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി നമ്മൾ നേരത്തെ പ്രോഗ്രാം ഇവാലുവേഷൻ ഓർഗനൈസേഷൻ കണ്ടില്ലേ, പ്ലാനിംഗ് കമ്മീഷന് കീഴിൽ ഇവരെന്ത് ചെയ്യുകയാണ്, ഇവർ കണ്ടുപിടിക്കുകയാണ് ചില സ്കീമുകൾ പേപ്പറിൽ മാത്രമേ ഉള്ളൂ. റോഡ് കെട്ടി, കിണർ കുഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പേപ്പറിൽ, പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല, പേപ്പറിൽ മാത്രമേ ഇവ ഉള്ളൂ. ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. മനസ്സിലുണ്ടോ? കറപ്ഷൻ വലിയൊരു പ്രശ്നമായിരുന്നു. ഇനി
ഫുഡ് പ്രൊഡക്ഷൻ ഡിഡ് നോട്ട് ഇൻക്രീസ് ഇൻ പാർ വിത്ത് ദ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് വലിയ എക്സ്പെൻഡിച്ചർ ആണ് നടത്തിയത്, പക്ഷെ ഫുഡ് പ്രൊഡക്ഷൻ അതിനനുസരിച്ച് വർദ്ധിച്ചതേയില്ല. ഓൺലി ദ റിച്ച് ആൻഡ് ബിഗ് ഫാർമേഴ്സ് ബെനിഫിറ്റഡ്. ജനങ്ങളിലേക്ക് എല്ലാ തലങ്ങളിലേക്കുമുള്ള വികസനവും എല്ലാ തലങ്ങളിലുമുള്ള കാർഷിക വികസനവും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പ്രോഗ്രാമുകൾ പക്ഷേ പണം ധാരാളമുള്ള വലിയ വലിയ ഫാർമേഴ്സിനെ മാത്രം ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അവസാനിച്ചു. ലാക്ക് ഓഫ് കോർഡിനേഷൻ. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രം സക്സസ്ഫുൾ ആകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം എങ്ങനത്തെ പ്രോഗ്രാമാണ്? ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചത് അല്ലെ. നമ്മൾ ആദ്യമേ കണ്ടില്ലേ എങ്ങനെയായിരുന്നു? വിവിധോദ്ദേശമാണ് ഉണ്ടായിരുന്നത് അല്ലെ. വിവിധോദ്ദേശമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. വിവിധോദ്ദേശ പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു വരേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കുകയാണ്? പ്ലാനിന്റെ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുകയാണ്. ഓൾസോ യൂണിഫോംലി ടൈലേർഡ് പ്ലാൻസ് ഫ്രം ദ സെൻട്രൽ ലെവൽ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്താണ് സെൻട്രൽ ലെവൽ മുകളിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു യൂണിഫോംലി ടൈലേർഡ് ആയിട്ടുള്ള ഒരേ ഷേപ്പിൽ ടൈലേർഡ് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ ഷേപ്പ് ഫോർ എവ്രി വൺ, യൂണിഫോം ആയിട്ട്. അത് നടക്കുമോ? അത് നടക്കില്ല. കാരണം എന്താണ്? കൊച്ചിക്ക് വേണ്ട, നമ്മൾ പറയാറുണ്ട് അല്ലെ, കൊച്ചിക്ക് വേണ്ട വികസനമല്ല അട്ടപ്പാടിക്ക് വേണ്ടത്. അട്ടപ്പാടിക്ക് വേണ്ടതല്ല ആർക്ക് വേണ്ടത്? ആലപ്പുഴയ്ക്ക് വേണ്ടത്. അതല്ല ആർക്ക് വേണ്ടത്? കാസർഗോഡിന് വേണ്ടത്. സോ കേരളത്തിലെ തന്നെയുള്ള ആ കൂടി പാവയ്ക്ക പോലെ അപ്പുറമായിട്ട് കിടക്കുന്ന ഇത്രയും ചെറിയ നമ്മുടെ ചെറിയ കുഞ്ഞു സംസ്ഥാനത്തിന്റെ ഉള്ളിൽ തന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമ്പോൾ പോലും എന്ത് വേണ്ട? കൃത്യമായിട്ട് ഒരേപോലത്തെ പ്ലാനുകളും പദ്ധതികളും അല്ല വേണ്ടത്. സോ ഈ രീതിയിലുള്ള യൂണിഫോംലി ടൈലേർഡ് ആയിട്ടുള്ള പദ്ധതികൾ വന്നപ്പോൾ അതും എന്തിനെ ബാധിക്കുകയാണ്? പദ്ധതിയുടെ ടേക്ക് ഓഫിനെ വളരെ മോശമായിട്ട് ബാധിക്കുകയാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? സോ ദീസ് വേർ ദ ക്രിറ്റിസിസം ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. മനസ്സിലാകുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക്? ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നതിന് മുൻപ് നടന്ന കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ.